രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അദ്ധ്യായം 7. അപ്പോൾ എലീശാ, യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കെലിന് 1 സെയാ ഗോതമ്പുമാവും ശേക്കെലിന് 2 സെയാ യവവും വിൽക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടിനായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽനിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. അന്ന് കുഷ്ഠരോഗികളായ 4 പേർ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെന്നാൽ അവിടെ ക്ഷാമമായിരിക്കുകകൊണ്ട് നാം ചിലപ്പോൾ അവിടെവെച്ച് മരിക്കും. ഇവിടെ ആയിരുന്നാലും മരിക്കും. അതുകൊണ്ട് വരുക, നമുക്ക് അരാമ്യപാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും. അവർ നമ്മെ കൊന്നാൽ നാം അതിനും തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. കർത്താവ് അരാമ്യസൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ ഇതാ, നമ്മുടെ നേരെ യുദ്ധത്തിനായി യിസ്രായേൽ രാജാവ് ഹിത്യരാജാക്കന്മാരെയും ഈജിപ്റ്റ് രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെല്ലാം പാളയത്തിൽ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിരുന്നു. ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ സമീപം എത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെനിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. മടങ്ങിവന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽനിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതിൽക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ അരാം പാളയത്തിൽ പോയിരുന്നു. അവിടെ ഒരു മനുഷ്യനും ഇല്ല, ഒരു മനുഷ്യന്റെ ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്നത് പോലെ നിൽക്കുന്നു, കൂടാരങ്ങളും അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മറ്റ് കാവൽക്കാരെ വിളിച്ച് അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു. രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട്, അരാമ്യർ നമ്മോട് ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നാം വിശന്നിരിക്കുകയാകുന്നു എന്ന് അവർക്കറിയാം. അവർ പട്ടണത്തിൽ നിന്ന് പുറത്തുവരും. അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാം എന്ന ഉറപ്പോടെ അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ, പട്ടണത്തിൽ ശേഷിച്ച 5 കുതിരകളെ കൊണ്ടുവരട്ടെ, നാം ആളയച്ച് നോക്കിക്കേണം. അവർ ഒന്നുകിൽ ഇവിടെ പാർത്ത ശേഷം യിസ്രായേൽ ജനത്തെപ്പോലെ ക്ഷാമം കൊണ്ട് മരിക്കും, അല്ലെങ്കിൽ അരാമ്യ പാളയത്തിൽ വെച്ച് നശിച്ചു പോകും എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവർ കുതിരകളെ കെട്ടിയ 2 രഥങ്ങൾ കൊണ്ടുവന്നു. രാജാവ് അവരെ അരാമ്യ സൈന്യത്തിന്റെ പിന്നാലെ അയച്ചു. നിങ്ങൾ ചെന്ന് നോക്കുവിൻ എന്ന് കല്പിച്ചു. അവർ യോർദ്ദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു. എന്നാൽ അരാമ്യർ പലായനം ചെയ്തപ്പോൾ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെ നിറഞ്ഞിരുന്നു. ദൂതന്മാർ മടങ്ങിവന്ന് വിവരം രാജാവിനെ അറിയിച്ചു. അങ്ങനെ ജനം പുറപ്പെട്ട് അരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കെലിന് 1 സെയാ ഗോതമ്പുമാവും ശേക്കെലിന് 2 സെയാ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടിനായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം ധാന്യത്തിനായുള്ള തിരക്കിൽ അവനെ ചവിട്ടി കൊന്നുകളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയിരുന്നു. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കെലിന് 2 സെയാ യവവും ശേക്കെലിന് 1 സെയാ ഗോതമ്പുമാവും വിൽക്കും എന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടിനായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽനിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്രകാരം തന്നെ അവന് ഭവിച്ചു. പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. അവൻ മരിച്ചുപോയി.